10 ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 41. The right to freely profess, practice and propagation of religion guarantees a negative liberty, which means that the state shall ensure that there is no interference or obstacles to exercise this freedom. Which of the following provisions guarantees this right? Article 26, Article 28, Article 25, Article 27. മേൽ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശം ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നു? ഓക്കെ, കൂടുതൽ ഡിസ്കഷൻ വേണ്ട. ആർട്ടിക്കിൾ 25 കറക്റ്റ് ആൻസർ വരുന്നത്. സോ ആർട്ടിക്കിൾ 25 4 മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. റൈറ്റ് ടു കോൺഷ്യസ്, റൈറ്റ് ടു പ്രൊഫഷൻ, റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഒരാൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട റൈറ്റ് ടു കോൺഷ്യസ്, മനസ്സിൽ ഇഷ്ടപ്പെട്ട ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ, മീൻസ് മനസ്സിൽ ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. പ്രൊഫസ്, തന്റെ മതം ഏതാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശം. പ്രാക്ടീസ്, തന്റെ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാനുള്ള അവകാശം. പ്രാക്ടീസ്, തന്റെ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാനുള്ള അവകാശം. ഓക്കെ, ഞാൻ ആർട്ടിക്കിൾ 25 പറയുന്നത്. സോ റൈറ്റ് ടു കോൺഷ്യസ്, പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ആണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല. വിച്ച് മീൻസ് ഒരാളുടെ മതവിശ്വാസത്തിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല എന്നും കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സോ ഇത് ആർട്ടിക്കിൾ 25 പറയുന്ന മൗലിക അവകാശമാണ്. അപ്പൊ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മൗലികാവകാശങ്ങളാണ്, മതപരമായിട്ടുള്ള മൗലികാവകാശങ്ങളാണ്. അതിൽ ആർട്ടിക്കിൾ 25 പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് is incorrect regarding the Indian Council Act of 1861? It made the beginning of representation by associating Indians with the law-making process. B. Decentralization was gradually introduced from this act. C. The system of budget was introduced as per the provisions of this act. D. Act gives recognition to the portfolio system. So 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള ഇന്ത്യയിൽ ഉണ്ടായത്. സോ ഇന്ത്യയിൽ അതിനു മുമ്പ് വരെ ബ്രിട്ടീഷുകാർക്കെതിരെ ധാരാളം സമരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു മാസ് ആയിട്ടുള്ള സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ശിപ്പായിമാരാൽ അഥവാ ഇന്ത്യൻ സോൾജേഴ്സിനാൽ തുടങ്ങി പിന്നീട് ഇന്ത്യയിലെ പലവിധ വിഭാഗക്കാർ ഏറ്റെടുത്ത ഒരു വലിയ സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഏകദേശം ഒരു വർഷത്തോളം എടുത്താണ് ബ്രിട്ടീഷുകാർക്ക് സമരം മൊത്തം അടിച്ചമർത്താൻ വരെ പറ്റിയത്. അതുകൊണ്ട് തന്നെ 1857 ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഭരണത്തിൽ കൂടി ഇന്ത്യക്കാരെന്താക്കണം? പങ്കാളികളാക്കണം. അല്ലാത്ത പക്ഷം 1857 പോലെ ഉണ്ടായതുപോലെയുള്ള വലിയ സമരങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സമരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 1857 ശേഷം ഇന്ത്യക്കാരെ ഭരണത്തിൽ ഉൾപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായ ഒരു പാസാക്കിയ നിയമമാണ് കൗൺസിൽ ആക്ടുകൾ. ഓക്കെ, 3 കൗൺസിൽ ആക്ട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കൗൺസിൽ ആക്ട് വന്നത് 1861 സോ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ഇന്ത്യക്കാർ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ശരിയാണ്. അതേപോലെ തന്നെ ഈ ആക്ടോട് കൂടി ഇന്ത്യക്കാരെയും ഭരണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലും ധാരാളം അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പതുക്കെ നീക്കി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിക്കാൻ ഈ ആക്ടിനെ പറ്റി. ശരിയാണ്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഓൾറെഡി 1859 നടപ്പിലാക്കിയിട്ടുണ്ട്. സോ 1861 കൗൺസിൽ ആക്ട് വരുന്നതിന് മുമ്പേ 1859 തന്നെ ബഡ്ജറ്റ് എന്താക്കിയിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരമല്ല, ഈ ആക്ട് വരുന്നതിന് മുമ്പേ ബഡ്ജറ്റ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ പോർട്ട്ഫോളിയോ സിസ്റ്റം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ വകുപ്പുകളാണ്. ഇപ്പം ധനകാര്യ വകുപ്പ്, അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് എന്നുള്ള വകുപ്പുകൾക്ക് പറഞ്ഞിട്ടാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 പ്രകാരമാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ എയും ബിയും ഡിയും ശരിയാണ്. സി ആണ് ഇവിടെ തെറ്റ്. കാരണം 1861 കൗൺസിൽ ആക്ടിന് മുമ്പേ 59 ഇവിടെ എന്തുണ്ട്? ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 43. Which of the following act introduced for the first time bicameralism and direct election in the country? Indian Council Act of
1909, Government of India Act 1990, Government of India Act 1935, Indian Council Act of 1861. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈ ക്യാമറലിസവും അതേപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷനും തുടങ്ങിയത് ഏത് ആക്ടിലൂടെയാണ്? ഓക്കെ ഫൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് കേട്ടോ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ, 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വരുന്നത്. സോ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇതിൽ ബൈക്യാമറലിസം സ്ഥാപിക്കപ്പെട്ടു. അതായത് നിയമനിർമ്മാണ സഭക്കകത്ത് രണ്ട് സഭകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പൊ നിയമനിർമ്മാണ സഭക്കകത്ത് രണ്ട് സഭകൾ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈക്യാമറലിസം. സോ ബൈക്യാമറലിസം ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിച്ചതും അതേപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷൻ, ഓക്കെ, ഈ ബൈക്യാമറൽ ബോഡിയിലേക്ക് ഡയറക്റ്റ് ഇലക്ഷൻ ആദ്യമായി തുടങ്ങിയതും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അവിടെ 44ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഷെഡ്യൂൾസ് ഡീൽസ് വിത്ത് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ്? തേർഡ് ഷെഡ്യൂൾ, ഫോർത്ത് ഷെഡ്യൂൾ, ഫിഫ്ത് ഷെഡ്യൂൾ, സിക്സ്ത് ഷെഡ്യൂൾ. രാജ്യസഭ അലോക്കേഷൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭാ സീറ്റുകൾ അലോട്ട് ചെയ്തത് ഭരണഘടനയുടെ എത്രാം ഷെഡ്യൂൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോർത്ത് ഷെഡ്യൂൾ ആട്ടോ. സോ ഭരണഘടനയുടെ 1ാം ഷെഡ്യൂൾ നമുക്കറിയാം എന്താണ്? നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേര് വിവരങ്ങളും അതിന്റെ ഭൂപ്രദേശങ്ങളുമാണ് ഭരണഘടനയുടെ 1ാം ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത്. 2ാം ഷെഡ്യൂളിൽ പ്രധാനപ്പെട്ട ചില ഒഫീഷ്യൽസ്, പ്രസിഡന്റ്, രാജ്യസഭാ ചെയർമാന്, ലോക്സഭാ സ്പീക്കർ, ഒക്കെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ഒഫീഷ്യൽസുകളുടെ സാലറി അലവൻസ് ആണ് പ്രതിപാദിക്കുന്നത്. ഞാൻ ഭരണഘടനയുടെ 3ാം ഷെഡ്യൂളിൽ ഓത്ത് ആൻഡ് അഫർമേഷൻ, സത്യപ്രതിജ്ഞ, പ്രസിഡന്റിനൊക്കെ പോലെയുള്ള ചില പ്രധാനപ്പെട്ട ഓഫീസുകളുടെ സത്യപ്രതിജ്ഞകളാണ് 3rd ഷെഡ്യൂളിൽ പറയുന്നത്. ഞാൻ 4th ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എത്ര രാജ്യസഭാ സീറ്റുകൾ ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ 4th ഷെഡ്യൂളാണ്. സോ ഭരണഘടനയുടെ 4th ഷെഡ്യൂൾ പ്രകാരം കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളുണ്ട്. ഓക്കെ, 5th ഷെഡ്യൂൾ SC/ST ഏരിയാസ് ആണ് പറയുന്നത്. 6th ഷെഡ്യൂളിൽ SC/ST ഏരിയാസ് തന്നെയാണ്. SC/ST ഏരിയാസ് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളിലെ SC/ST ഏരിയാസ് ആണ് 6th ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 4th ഷെഡ്യൂളാണ്. ഓക്കെ, മുന്നോട്ട് പോകാം. 45ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഗേവ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ഇന്ത്യ? സൈമൺ കമ്മീഷൻ, രാജാജി ഫോർമുല, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ബേബൽ പ്ലാൻ. ഭരണഘടനയുടെ പ്ലാൻ ആവിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. സോ അതിന് ഡിസ്കസ് ചെയ്യേണ്ട 1946 വന്ന ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. നമ്മുടെ ഇന്നത്തെ ഭരണഘടന ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ റെക്കമെൻഡ് ചെയ്തത് 1946 ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്. 1946 ക്യാബിനറ്റ് മിഷൻ വന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ ഭരണഘടന നിർമ്മാണ സമിതി വന്നു. ഈ ഭരണഘടന നിർമ്മാണ സമിതിയിൽ മൊത്തം അംഗങ്ങളുടെ എണ്ണം 389 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ 10 ലക്ഷത്തിനും ഒരു സീറ്റ് എന്ന രൂപത്തിലാണ് അന്ന് സീറ്റുകൾ ഡിവൈഡ് ചെയ്തത്. അന്ന് മൊത്തം 389 മില്യൺ, അതായത് 38 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സോ ഓരോ 10 ലക്ഷത്തിനും ഒരു സീറ്റ് എന്ന് ആനുപാതികമായിക്കൊണ്ട് മൊത്തം ഭരണഘടന നിർമ്മാണ സമിതിയിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. സോ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കും അതേപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ, നാട്ടുരാജ്യങ്ങൾക്കും ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്തു. 389 296 സീറ്റ് ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കും ബാക്കിയുള്ള 93 സീറ്റ്സുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ, നാട്ടുരാജ്യങ്ങൾക്കും ഡിവൈഡ് ചെയ്തു. സോ ബ്രിട്ടീഷ് പ്രൊവിൻസ്, ഫോർ എക്സാമ്പിൾ മദ്രാസ്, കൽക്കത്ത, ബോംബെ പോലെയുള്ള ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളാണ് ഈ 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. സോ ഇവർ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. നേരെ മറിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാരെ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഈ 93 പേര്. സോ ഭരണഘടന നിർമ്മാണ സമിതി ഫുള്ളി ഇലക്ടഡ് ബോഡിയുമല്ല, ഫുള്ളി നോമിനേറ്റുമല്ല, പാർട്ടി ഇലക്ടഡ് ആൻഡ് പാർട്ടി നോമിനേറ്റഡ് ആണ്. ഓക്കെ അല്ലെ? സോ ഇങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1946 നവംബർ മാസം രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് 1946 ഡിസംബർ 9 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് അബൌട്ട്. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. മാച്ച് ലിസ്റ്റ്
list 1 with list 2 and select the correct answer by using the codes given below. List 1, list 2, annual financial statement, Article 110, supplementary additional and excess grant, Article 112, appropriation bill, Article 114, definition of money bill, Article 150. Option A 2341, option B 1432, option C 2431, option D 1342. ഭരണഘടനയിലെ ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളും അതിന്റെ ആർട്ടിക്കിൾസുമാണ് ചോദിച്ചത്. സോ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റിനെ പറ്റി, ബഡ്ജറ്റ് എന്നൊരു പറയുന്നൊരു പദം ഭരണഘടനയിൽ ഉപയോഗിക്കുന്നില്ല. ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന പദം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 112 ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ആണ്. സോ എ 2 വരണം. എ 2 വരാത്തത് കൊണ്ട് നമുക്ക് ബി ഒഴിവാക്കാം, ഡി ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണി ബില്ലാണ്. ഓക്കെ, മണി ബില്ലിനെ പറ്റി ഡിഫൈൻ ചെയ്തത്, അതായത് പാർലമെന്റ് 4 ടൈപ്പ് ബില്ലുകൾ അവതരിപ്പിക്കും. ഓർഡിനറി ബില്ലുകളുണ്ട്, മണി ബില്ലുണ്ട്, ഫിനാൻഷ്യൽ ബില്ലുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലുണ്ട്. 4 ടൈപ്പ് ബില്ലുകൾ പാർലമെന്റ് അവതരിപ്പിക്കും. ഇതിൽ സെർട്ടൈൻ ടൈപ്പ് ബില്ലുകൾ മണി ബില്ലാണ്. ഈ മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ മണി ബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, രാജ്യസഭയിൽ പറ്റത്തില്ല. അതേപോലെ പ്രസിഡന്റ് മുൻകൂർ സമ്മതമൊക്കെ വേണം. അപ്പോൾ പ്രസിഡന്റ് മുൻകൂർ സമ്മതത്തോടു കൂടി ലോകസഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കുള്ളൂ. അപ്പൊ മണി ബില്ല് ഏതൊക്കെ സാധനങ്ങളാണ് മണി ബില്ല് എന്ന് വളരെ വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 110 പ്രതിപാദിക്കുന്നുണ്ട്. സോ B1 വരണം. സോ B1 എയിലും സിയിലും വരുന്നുണ്ട്. സോ നമുക്കിവിടെ എലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്നത്, അതായത് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ പാസ്സാക്കും. ബഡ്ജറ്റിൽ പാസ്സാക്കി കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ പാസ്സാക്കിയ പ്രപ്പോസൽസിന് പണം ചെലവഴിക്കണമെങ്കിൽ നമ്മുടെ പൊതുഖജനാവായ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും പണം എടുക്കണം. അങ്ങനെ പണം എടുക്കാൻ വേണ്ടി കൺട്രോളർ ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൊതുഖജനാവിൽ നിന്നും പണം ചെലവഴിക്കാൻ വേണ്ടി ഒരു ബില്ല് പാസ്സാക്കണം. ആ ബില്ലുകൾക്ക് പറഞ്ഞ പേരാണ് അപ്രോപ്രിയേഷൻ ബില്ല്. സോ അപ്രോപ്രിയേഷൻ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 140, ആർട്ടിക്കിൾ 114 പിന്നെ അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ സപ്ലിമെന്ററി അഡീഷണൽ ഗ്രാന്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 115. ഓക്കെ അല്ലേ? സോ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110, മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112. അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 114. സപ്ലിമെന്ററി അഡീഷണൽ എക്സസ് ഗ്രാന്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 115. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്. മുന്നോട്ട് പോകാം. അടുത്ത് the entry public health and sanitation is included in the Constitution of India in union list, state list, concurrent list, none of that. Public health and sanitation ഏത് ലിസ്റ്റിൽ വരുന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പബ്ലിക് ഹെൽത്ത് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട എൻട്രികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത വർഷം കേസിന് നമുക്ക് എന്താക്കണം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 100 സാധനങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺട്രി ലിസ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക സബ്ജക്റ്റുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following words were added to the Indian Constitution by the 42nd Amendment Act of 1976? Socialist, Republic, Secular, Fraternity, Unity and Integrity. Option A 135, option B 1234, option C 245, option D 245. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയ വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ നമുക്കറിയാം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിയാമ്പിൾ അമെന്റ് ചെയ്ത് പ്രിയാമ്പിളിലേക്ക് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, സെക്കുലാർ എന്ന് പറയുന്ന വാക്ക്, അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന വാക്ക്. യൂണിറ്റി ഇന്റഗ്രിറ്റി ഇല്ല, ഇന്റഗ്രിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ 1, 2, 5 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ശരിക്കും ഇവിടെ യൂണിറ്റി ആഡ് ചെയ്തിട്ടില്ല, ഇന്റഗ്രിറ്റി മാത്രമേ ഉള്ളൂ. സോ 1, 2 എന്നുള്ള ഓപ്ഷൻസ് ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, 1, 3 എന്നുള്ള ഓപ്ഷൻസ് ഇല്ല. സോ 1, 3, 5 ആൻസർ കൊടുക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി ഈ 3 വാക്കുകൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. സോ പ്രിയാമ്പിളിലേക്ക് 3 വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. പ്രിയാമ്പിൾ ആകെ ഒരേ ഒരു തവണ മാത്രമേ അമെന്റ് ചെയ്തിട്ടുള്ളൂ. ആ അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്.
മുന്നോട്ട് പോകാം. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following aims at establishing political democracy in the country? Fundamental duties, fundamental rights and directive principles of state policy, fundamental rights and fundamental duties. Political democracy. Okay. So, രാഷ്ട്രീയ ജനാധിപത്യം എന്ന ലക്ഷ്യമാണ് ചോദ്യം. സോ കറക്റ്റ് ആൻസർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലക്ഷ്യമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നേരെ മറിച്ച് DPSPകളുടെ ലക്ഷ്യമാണ്, ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ലക്ഷ്യമാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലക്ഷ്യമാണ്. ദെൻ ഇന്ത്യയിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് DPSPയുടെ ലക്ഷ്യം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മുന്നോട്ട് പോവാം. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following are the unitary features of Indian Constitution? Integrated judiciary, single citizenship, supremacy of the Constitution. Option A 1 and 2, option B, option C 1 only, option D 2 and 3. ഇതിലെ ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിറ്ററി ഫീച്ചറുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഫെഡറൽ കൺട്രികളുണ്ട്, യൂണിയൻ കൺട്രിയുണ്ട്. അധികാരം സെൻട്രലിനും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫെഡറൽ കൺട്രിയാണ്. എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റിൽ മാത്രമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂണിയൻ കൺട്രി. അപ്പൊ ഇന്ത്യൻ ഭരണഘടന പരിപൂർണമായിട്ടും ഫെഡറലുമല്ല, പരിപൂർണമായിട്ട് യൂണിയനുമല്ല, മറിച്ച് ഫെഡറലിസ്റ്റിന്റെയും യൂണിയനിസ്റ്റിന്റെയും മിക്സ്ചർ ആണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ കൺട്രിയാണ്. ഓക്കെ, ഒരു ഫെഡറൽ കൺട്രിയുടെ അടയാളങ്ങളുണ്ട്, ഒരു യൂണിയൻ കൺട്രിയുടെ അടയാളങ്ങളുണ്ട്. സോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നുള്ളത് ഒരു ഫെഡറൽ കൺട്രിയുടെ അടയാളമാണ്. നേരെ മറിച്ച് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നുള്ളൊരു എന്നാല് ഒരു കീഴ്ക്കോടതി, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ക്രിമിനൽ കോടതി നോക്കുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് കോടതിയാണ് മജിസ്ട്രേറ്റ് കോർട്ട്. മജിസ്ട്രേറ്റ് കോർട്ടിന് മേലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്, അതിന് മേലെ ജില്ലാ കോടതി അഥവാ സെഷൻ കോർട്ട് ഉണ്ട്, അതിന് മേലെ ഹൈക്കോടതി ഉണ്ട്, അതിന് മേലെ സുപ്രീം കോടതി ഉണ്ട്. സോ ഒരു കോടതിക്ക് മേലെ മറ്റൊരു കോടതി, അങ്ങനെ ഈ കോടതികളുടെ ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറയുന്ന പേരാണ് ഇന്റിഗ്രേറ്റഡ് ജുഡീഷ്യറി. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അതാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഉണ്ട്. എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ടാണ് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നെങ്കിൽ ആ ജുഡീഷ്യറിക്ക് പറഞ്ഞ പേരാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അപ്പൊ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഫെഡറൽ ഫീച്ചറാണ്. നേരെ മറിച്ച് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ഒരു യൂണിയൻ ഫീച്ചറാണ്. അതുപോലെ ഡബിൾ സിറ്റിസൺഷിപ്പ് ഒരു ഫെഡറൽ കൺട്രിയുടെ പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ അമേരിക്ക ഫെഡറൽ കൺട്രിയാണ്. അമേരിക്കയിൽ ഡബിൾ പൗരത്വം, ഡബിൾ സിറ്റിസൺഷിപ്പ് ആണുള്ളത്. അതായത് അമേരിക്കക്കാരൻ എന്നുള്ളൊരു പൗരത്വമുണ്ട്, പിന്നെ അയാൾ അമേരിക്കക്ക് പുറമെ അയാൾ ഏത് സംസ്ഥാനത്താണോ, അതായത് അമേരിക്കയിൽ ഇപ്പൊ ന്യൂയോർക്ക് സംസ്ഥാനമാണ്, അപ്പൊ ആ സംസ്ഥാനത്തിന് പൗരത്വം ഉണ്ടാവും. അപ്പൊ അമേരിക്കയിൽ അമേരിക്കക്കാരൻ എന്നുള്ള പൗരത്വം ഉണ്ടാവും. അതേപോലെ അയാൾ ഏത് സംസ്ഥാനത്തിന്റെ പൗരനാണോ ആ സംസ്ഥാനത്തിന്റെ പൗരത്വം ഉണ്ടാവും. അമേരിക്കയിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വമുള്ളൂ, ദാറ്റ് ഈസ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പൊ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് എന്താണ്? ഒരു യൂണിയൻ ഫീച്ചറാണ്. അതുപോലെ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് ഏറ്റവും പ്രയോറിറ്റി എന്നുള്ളത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. ഓക്കെ അല്ലെ? നേരെ മറിച്ച് സോവറിറ്റി ഓഫ് പാർലമെന്റ് എന്നുള്ളത് ഒരു പാർലമെന്റ് പരമാധികാരം എന്നുള്ളത് ഒരു യൂണിയൻ ഫീച്ചറാണ്. സോ ഇവിടെ ഒന്നാമത്തെ ഒന്നും രണ്ടും യൂണിറ്ററി ഫീച്ചറാണ്, പക്ഷെ മൂന്നാമത്തേത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. സോ ഓപ്ഷൻ എ 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഒരു ഫെഡറൽ കൺട്രി തിരിച്ചാലുള്ള ധാരാളം അടയാളങ്ങളുണ്ട്, ഒരു യൂണിയൻ കൺട്രി തിരിച്ചാലുള്ള ധാരാളം അടയാളങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. സാലീൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ.